ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മളുടെ തിരക്കുള്ള ഒരു ദിവസം വന്നേക്കുവാണ് കേട്ടോ. എല്ലാവർക്കും തിരക്കുള്ള ദിവസം ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഡെലിവറി തന്നെ ഒരു കാറാണ് കേട്ടോ. കാർ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കേക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്കിത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തിരക്കിനിടക്ക് കൂടിയിട്ടും കൂടി കാറ് ചെയ്യുന്നത് കേട്ടോ. കാണുന്ന പോലെ ഭയങ്കര എളുപ്പമൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ടൈം പോകും. എന്തായാലും നമ്മൾ ആ ഒരു ഉറക്കമൊക്കെ കളഞ്ഞ് നിന്നിട്ട് ആ കാറ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാറ് ചെയ്ത് കൊടുത്ത ഫംഗ്ഷനിൽ ബ്രൈഡിൻ്റെ കേക്കാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂമിൻ്റെ കാറാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടുപേരെ ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല, അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ കേക്ക് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കേക്ക് വന്നിട്ട് 3 ടയറിൽ കേക്കാണ്. അപ്പോൾ മിക്കവരും നമ്മളുടെ ഒരു കേക്കിൻ്റെ ആ ഒരു ടിൻ സൈസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബോട്ടം പോർഷനിൽ വെച്ചേക്കുന്നത് 9 ഇഞ്ചാണ്, അതിൻ്റെ മേലെ 7 ഇഞ്ച്, അതിൻ്റെ മേലെ 5 ഇഞ്ച്, അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹൈറ്റും ആ ഒരു അത്യാവശ്യം കറക്റ്റ് റൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതങ്ങോട്ട് സെറ്റ് ചെയ്ത് വരുവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബീഡ്സ് ഫ്ലേക്സ് ഒക്കെ എല്ലാം അവിടെ ചെന്നിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് സമയം ഉണ്ടെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് സെറ്റായിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്ന കേക്കാണ്. ജസ്റ്റ് ആ ക്യാമറ അവിടെ തന്നെ ഓണായി ഇരിപ്പുണ്ടാകും, പക്ഷേ അത് റെക്കോർഡിങ് ഓൺ ചെയ്യാൻ മറന്നു പോകുമ്പോൾ പിന്നെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അതുപോലെ കുറേ കേക്ക്സ് നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചൊരു കേക്കാണത്. പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസൈനാണ്. പക്ഷെ ചെയ്തപ്പോഴേക്കും നമ്മൾ ആ കേക്കിൻ്റെ ഹൈറ്റ് നോക്കാതെ അങ്ങോട്ട് സ്പീഡിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കാല് വയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെറിയൊരു പണി കിട്ടിയ കേക്കായിരുന്നു അത്. പിന്നെ ഈ കേക്ക് വന്നിട്ടൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. ഫുള്ള് വൈറ്റ് കേക്ക്, ഫുൾ വൈറ്റ് ഫ്ലവേഴ്സ് അങ്ങനെ. അപ്പോൾ നമ്മൾക്കാണെങ്കിൽ ഇന്ന് അത്യാവശ്യം കാറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ജിപ്സം ഫ്ലവേഴ്സ് നന്നായിട്ട് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ രീതിക്ക് ജിപ്സം തനിയെ വാങ്ങിക്കാനാണെങ്കിൽ നല്ല റേറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഇതുപോലെ മറ്റ് വർക്കൊക്കെ ഉള്ളപ്പോഴേക്കും നമുക്കിതുപോലെ ബാക്കി വരുന്ന ജിപ്സം എല്ലാം കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. സൺഡേ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, അത്യാവശ്യം നല്ല രീതിക്ക് കേക്കിൻ്റെ വർക്ക് ഉള്ളത് കൊണ്ടിട്ട് എല്ലാ കേക്കിലും തന്നെ നമുക്ക് ജിപ്സം വെച്ച് കൊടുക്കാം കേട്ടോ. ജിപ്സം വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഫ്ലവറിനേലും നമ്മുടെ ഫ്രഷ് ഫ്ലവർ ആകുമ്പോഴാണ് ഭംഗി വരുന്നത്. പിന്നെ നമുക്കിത് കസ്റ്റമൈസ്ഡ് ആയത് കൊണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് കൂട്ടത്തിൽ നമ്മൾ ജിപ്സം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ജിപ്സം വെച്ച് കൊടുക്കാൻ നല്ലൊരു ഉള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് പോലെ അല്ലല്ലോ, ഇത് പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കേക്കിലെല്ലാം അങ്ങോട്ട് വെച്ച് തീർക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ലോങ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കുള്ള ഒരു വർക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ല ലോങ് ഉണ്ട്, 10-18 കിലോമീറ്ററിന് മേലുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇതെല്ലാം സെറ്റാക്കി ചെറിയൊരു സെറ്റിങ് പോലെ ആയിരുന്നു കേട്ടോ. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കപ്പ് കേക്ക്, ഡോനറ്റ്സ്, അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം അവർ പറഞ്ഞ രീതിക്ക് തന്നെ സെറ്റാക്കി കൊടുക്കുവാണ് കേട്ടോ. ഫ്ലവർ മാത്രം നമ്മളുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കുവാണ്. ബാക്കിയെല്ലാം അവർ പറഞ്ഞ രീതിക്ക് ആ ടോപ്പറും പിന്നെ ആ ഒരു ഫ്രണ്ടിലുള്ള ഒരു ബ്രൈഡിൻ്റെ സംഭവങ്ങളും അങ്ങനെ എല്ലാമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ബ്രൈഡ് ടു ബി കേക്കാണ്. എന്നിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുവാണ്. അപ്പോൾ ഇത്രയും ലോങ് ഡെലിവറി ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും കേക്ക് നന്നായിട്ട് സെറ്റാക്കി ഫ്രീസാക്കിയാണ് കേട്ടോ എപ്പോഴും കൊടുത്ത് വിടുന്നത്. കാരണം അവിടെ ചെന്നിട്ട് കട്ട് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഉണ്ടാവും കേക്കിന്. പിന്നെ ഇതൊരു സെറ്റിംഗ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ആ ഒരു ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാതിരുന്നത് കേട്ടോ. പിന്നെ അടുത്തതും ഒരു വെഡ്ഡിങ് കേക്ക് തന്നെ ആയിരുന്നു. ഇതും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, കേക്കിൻ്റെ റേറ്റ് മാത്രം പറഞ്ഞിട്ട് എടുക്കുന്ന കേക്ക്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല, കുറേ ഇങ്ങനെ കാര്യമായിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മളുടെ മുൻപിലാണെങ്കിലും ഡിസൈനും ഇല്ല. അപ്പം നമ്മളുടെ കയ്യിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോഴേക്ക് ഇതുപോലെ ചിലപ്പോൾ പാളിപ്പോകും, വെച്ചെടുത്തുനിന്ന് സ്യൂട്ടാവില്ല, ദൂരം മാറ്റേണ്ടി വരും. അങ്ങനെ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ ടൈപ്പ് കേക്കിലും തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊരു കാറ്റഗറി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കേക്ക്സാണ് ഇതെല്ലാം. നമ്മളുടെ സ്റ്റാർട്ടിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന കേക്ക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര സ്റ്റാർട്ടിങ് ആണെങ്കിലും നമ്മൾ ആ ഒരു ഒരു വെഡ്ഡിങ് കേക്കൊക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു പകിട്ട് നഷ്ടപ്പെടുത്താറില്ല, മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ടൊരു 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. നമ്മളിത് 10 ഇഞ്ചിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. അത്യാവശ്യം പരത്തി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ കേക്ക് നമ്മൾ മറ്റേ കേക്കിലും രണ്ടും ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടിലും ടോപ്പർ ഉണ്ട്. മറ്റേ കേക്കിൽ നമ്മൾ അവിടെ ചെന്നിട്ടാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അതാണ് ടോപ്പർ കാണാതിരുന്നത്. ഇതെല്ലാം ആ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്ന കേക്ക്സാണ്. സിമ്പിളായിട്ടുള്ള കേക്ക്സാണ് കേട്ടോ. നമ്മളുടെ ആ ഒരു വെന്യൂവിൽ ചെന്നിട്ട് അത് കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി അറിയുന്നത് കേട്ടോ. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു 1 kg കേക്കാണ്. അപ്പോൾ അതിലിങ്ങനെ പുറത്തൊരു ചോക്ലേറ്റിൻ്റെ ലൈറ്റായിട്ടുള്ളൊരു കളർ പോലെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റ് അല്ല, ചെറുതായിട്ടൊരു കളർ പോലെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ ചോക്ലേറ്റ് തന്നെ സ്ക്രാപ്പറിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നമുക്ക് ആ ഒരു കളർ കിട്ടിയിട്ടോ. അതാകുമ്പോൾ എക്സ്ട്രാ കളറിൻ്റെ ആവശ്യമില്ല, എന്നാൽ കളറിന് കളറും ആയിട്ടോ. ഇത് കരണ്ട് പോയതാണ്, അതാണ് ലൈറ്റ് പെട്ടെന്ന് പോയത്. പിന്നെ നമ്മൾ നെയ്മൊക്കെ എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു ചോക്ലേറ്റ്സ് വെക്കാൻ നേരത്താണ് കരണ്ട് വരുന്നത്. ഇത് നമ്മളുടെ ചോക്ലേറ്റ്സ് നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അതങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവർ പറഞ്ഞൊരു ഡിസൈനാണ്, അതാണ് അങ്ങനെ വെച്ചത്. അതും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത കേക്കും വന്നിട്ടൊരു 1 kg കേക്കാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സൈസ് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിലെ 1 kg കേക്കാണ് കേട്ടോ. അതാണ് നമുക്ക് ഈ ഒരു സൈസും ഈ ഒരു ഹൈറ്റും ഉള്ളത്. അപ്പം നമുക്ക് 1 kg തന്നെ നമ്മൾ രണ്ടല്ല മൊത്തം 3-4 സൈസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് 1 kg ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഒരു നോർമൽ എക്സ്ട്രാ റേറ്റ് ഒന്നും ഇല്ലാണ്ട് വരുന്ന ആ ഒരു തീം കേക്കൊക്കെ എല്ലാം ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു 7 ഇഞ്ചിലാണ്. പിന്നെ സാധാ കേക്ക് സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് അല്ലെങ്കിൽ ഒരു നോസൽ ഡിസൈൻസ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 8 ഇഞ്ചിലാണ് കേട്ടോ. കൂടുതൽ പേർക്കും അതാണ് ഇഷ്ടം. കാരണം അത്യാവശ്യത്തിനൊരു ഹൈറ്റും ഉണ്ടാകും, അത്യാവശ്യത്തിന് ഒരു റൗണ്ടും ഉണ്ടാകും. കൂടുതൽ പേർക്കും അതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഈ കുട്ടികളുടെയൊക്കെ എല്ലാം ഡിസൈൻ വരുമ്പോഴേക്കും ഞാൻ മാക്സിമം ഈ ഒരു 7 ഇഞ്ച് തന്നെ എടുക്കും കേട്ടോ. 7 ഇഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് എക്സ്ട്രാ റേറ്റ് ഇല്ല, 4 ലെയേഴ്സ് ഉണ്ടാകും. ഇതിപ്പോൾ കാണുന്നത് പോലെയല്ല, ഒരു 4 ഇഞ്ചോളം ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ടോൾ കേക്കിന് നമുക്ക് 5 ഇഞ്ചല്ലേ കിട്ടുന്നത്, ഇതൊരു 4 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു റോഡ് തീം കേക്കാണ് കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് നമ്മളുടെ ഈ ഒരു സാൻഡ് പോലെ ഒരു സംഭവമുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് പൊടിച്ചിടാമെന്ന്. പിന്നെ നമ്മളുടെ ഈ ഒരു സ്പഞ്ച് തന്നെ നമ്മൾ ടോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, കുറച്ച് ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുമ്പോഴേക്കും കട്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പൊടിച്ചാലും മതി, രണ്ടാണെങ്കിലും സെയിം ഒരു എഫക്റ്റ് തന്നെ കിട്ടും. ചൂടാക്കി പൊടിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു തരിതരിയായിട്ട് നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു സ്ഥിരം കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ. കുറച്ച് നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആണ്, പക്ഷെ അവർ സ്ഥിരമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ കേക്ക് വാങ്ങിക്കും കേട്ടോ. അവരുടെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ നമ്മളുടെ അടുത്തും കേക്ക് വാങ്ങാറുണ്ട്. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ തന്ന ഡിസൈനിൽ പോലെ തന്നെ നമ്മൾ ഏകദേശം അതുപോലെ തന്നെ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതിലിങ്ങനെ കുട്ടി കുട്ടി റോക്സ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ചോക്കോ ചിപ്സിലാണ് വെച്ച് കൊടുക്കുന്നത്. ഫോണ്ടൻറ്റ് ചെയ്താലും നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ ചോക്കോ ചിപ്സ് ആണെങ്കിൽ ആ കേക്കിൻ്റെ ഒപ്പം തന്നെ കഴിച്ചങ്ങോട്ട് പൊക്കോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോക്കിന് പകരം ആ ഒരു ചോക്കോ ചിപ്സൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ആ കേക്കിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. സിമ്പിളായിരുന്നു സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോഡ് തീമിലുള്ള പലതരത്തിലുള്ള കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരെണ്ണം കൂടി എന്നുള്ള രീതിക്ക് നമ്മളത് റെഡിയാക്കി എടുത്തേ. പിന്നെ നമ്മളുടെ ചോക്ലേറ്റ് ട്രഫിൾ, ഇത് നമ്മളിതിന് ഇടയ്ക്ക് കൊടുത്തതാണ് കേട്ടോ. പക്ഷെ നമ്മളിത് ഷോർട്സ് ആക്കി കൂടി ഇട്ടിരുന്നത് കാരണം ഇത് ലാസ്റ്റത്തേക്ക് ചുമ്മാ ഇങ്ങനെ വെച്ചേ ഉള്ളൂ. നമ്മളിത് രാവിലെ തന്നെ ഡെലിവറി ചെയ്ത കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഇതിൻ്റെ ആ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതൊക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജും കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ട്, കുറേ ഡൗട്ട് ചോദിച്ചിട്ട് എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ തന്നെ ഒരു വിധത്തിലാണ് ഓരോ വീഡിയോസ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ലെന്ന് എനിക്കറിയാം. എന്നാലും കുറേ പേര് പ്രതീക്ഷിച്ചിരിപ്പുണ്ട്, എന്ത് പറ്റി വീഡിയോ ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നൊക്കെ ആവലാതിപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളതെല്ലാം വർക്കി കൂട്ടി അങ്ങോട്ട് സെറ്റാക്കി എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ പറ്റിപ്പോകുന്നതാണ്, നമ്മളെല്ലാം തന്നെ അങ്ങോട്ട് റെക്കോർഡാക്കാൻ വിട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഇപ്പോൾ ഞാനല്ല ആരാണെങ്കിലും ഒരു യൂട്യൂബർ പ്രതീക്ഷിക്കുന്നത്
നിങ്ങളുടെ ആ ഒരു ലൈക്കും കമൻറ്റും ആ ഒരു സബ്സ്ക്രൈബിങ്ങും ഒക്കെയാണ്. കാരണം നമ്മൾക്കതൊരു വലിയൊരു ഹെൽപ്പാണ്. നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന ഒരു വലിയൊരു സഹായമാണ് അതപ്പോൾ നമുക്കതൊരു വലിയ ഹെൽപ്പാണ്. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കുട്ടി കമൻറ്റെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു കുട്ടി കമൻറ്റെങ്കിലും ചെയ്യണം. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങൾ ആ വഴിക്കൂടിയാണ് എനിക്ക് ശരിക്കും തരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും കാണാവേ. ബൈ.